അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനോഹരമായിട്ടുള്ള ഒരു സലാത്ത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമുക്ക് നോക്കിയാലോ. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സലാത്തിനെ ഇന്നത്തെ ദിവസം മഗ്‌രിബിക്ക് ശേഷം മുതൽ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക. നിയ്യത്ത് വെച്ച് ചൊല്ലിത്തുടങ്ങുക. 313 തവണ നിങ്ങളത് ചൊല്ലിയാൽ മതി. എണ്ണം തെറ്റാതെ ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് 313 തവണ നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നടന്നു കിട്ടിയിരിക്കും എന്തൊരാഗ്രഹവും. കാരണം ഇതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, അത്രയും ഫലവത്താണ്. കാരണം ഒരു പ്രത്യേക സംഖ്യ നിയ്യത്ത് വെച്ച് ചൊല്ലി തുടങ്ങി, അൽഹംദുലില്ലാ എൻ്റെ കാര്യം സാധിച്ചു കിട്ടി. മക്കയിലും മദീനയിലും പോകാനായിരുന്നു ഞാനിത് നിയ്യത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലാസ് കേട്ട് നിയ്യത്താക്കിയതാണ്. അൽഹംദുലില്ലാ ഇപ്പം ഞാൻ ഇതിനെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ എമ്പാടും കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കമൻറ്റ് നോക്കാം. ചൊല്ലിക്കോ, ഉറപ്പാണ്, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ചൊല്ലി തീരുന്നതിന് മുമ്പ് തന്നെ കാര്യം നടക്കും. മദീനത്തേക്ക് പോകണം എന്ന് അതിയായിട്ട് മോഹം ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം എൻ്റെ റസൂലിനെ ഒന്ന് കാണണം, അവിടെ ചെന്നിട്ടൊരു സലാം പറയണം എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചൊല്ലി തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു സലാത്തിനെ. അതേപോലെ തന്നെ പകുതിയാകുമ്പോഴേക്കും എനിക്ക് ആ മദീനത്തിൽ എത്താനും അതേപോലെ തന്നെ അവിടെ ചെന്ന് എൻ്റെ റസൂലിനോട് സലാം പറയാനും എനിക്ക് സാധിച്ചു. അൽഹംദുലില്ലാ ഇനിയും ഒരുപാട് പ്രാവശ്യം പോകാൻ ഭാഗ്യം നൽകട്ടെ, ആമീൻ. ഈ പാപിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. നിങ്ങളെല്ലാവരെയും ഞാനും എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഉമ്മാക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. ഇതാണ് ആ ഒരു ഇത്താൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ 1, 2 അല്ല ഇഷ്ടം പോലെ കമൻറ്റുകളാണ് ഈ ഒരു സലാത്തിൻ്റെ താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്ക് അനുഭവം കിട്ടുന്ന ഈ ഒരു സലാത്തിനെ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു മുഹറം മാസത്തിൽ മഗ്‌രിബിക്ക് ശേഷം 313 തവണ നിയ്യത്ത് വെച്ച് നിങ്ങളുടെ ആവശ്യം നിയ്യത്ത് വെച്ച് ചൊല്ലി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആവശ്യം പുലർന്ന് കിട്ടിയിട്ടുണ്ടാകും. ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കത് അതിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും സന്തോഷമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു മുഹറം മാസത്തിൽ ബറക്കത്ത് നൽകട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല നൽകണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ഈ മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല അത് തട്ടി നീക്കി തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേല്ലേ. അതേപോലെ തന്നെ ഇതിനർഹതപ്പെടുന്നവരിലേക്ക്, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി നടക്കുന്നവരിലേക്കൊക്കെ ഈ ഒരു സലാത്തിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ മഹത്തായിട്ടുള്ള ദിവസത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കും ഈ ഒരു അമലിനെ ചെയ്ത് അവർക്കതിൻ്റെ ഫലം കിട്ടുകയാണെങ്കിൽ അവരവരുടെ ദ്വാകളിൽ നിങ്ങളെയും ഓർക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും എനിക്കും കിട്ടൂലേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം നല്ല അറിവുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാറില്ലേ. ഏതാണ് ആ ഒരു സ്വലാത്ത് എന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തിൽ മുറുകെ പിടിച്ച് ചൊല്ലേണ്ട ആ ഒരു സ്വലാത്ത് പരിശുദ്ധമായിട്ടുള്ള സ്വലാത്തുൽ ഫാത്തിമിയാണ്. ഫാത്തിമിയ സ്വലാത്ത് 313 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. നിയ്യത്ത് വെച്ച് 313 തവണ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സ്വലാത്തിനെ മഗ്‌രിബിക്ക് ശേഷമാണ്, മഗ്‌രിബ് നിസ്കാര ശേഷമാണ് നമ്മളിത് ചൊല്ലി തുടങ്ങേണ്ടത്. ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലാനും അതേപോലെ തന്നെ ചൊല്ലുന്ന ടൈമിൽ മറ്റുള്ള പണികളിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു സ്വലാത്തിനെ 1,00,000 തവണയൊക്കെ നിയ്യത്ത് വെച്ച് ചൊല്ലുന്ന ആളുകളുണ്ട് അല്ലേ. അത്തരത്തിൽ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് ഇന്ന് അത്ര ഒന്നും നടക്കൂല്ലെങ്കിൽ ഒരു 313 തവണ ചൊല്ലാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയില്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം മുടക്കാതെ ഒരു 313 തവണ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇത്രയും എഫക്റ്റീവ് ആകുന്ന രീതിയിൽ ഉത്തരം കിട്ടുന്ന ഈ ഒരു സലാത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാറില്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.